പതിറ്റാണ്ടുകളോളം നീണ്ട യുദ്ധങ്ങൾക്കും ദാരിദ്ര്യത്തിനും യാഥാസ്ഥിതികയ്ക്കും ഇടയിലും അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലെ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയാ കേന്ദ്രങ്ങൾ പുതിയൊരു ലോകം തുറക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യത്ത് ഏകദേശം 20ഓളം ക്ലിനിക്കുകളാണ് തഴച്ചു വളർന്നത്. വെൽവെറ്റ് സോഫകളും ക്രിസ്റ്റൽ ഷാൻഡിലിയറുകളും കൊണ്ട് അലങ്കരിച്ച കോസ്മെറ്റിക് സർജറി ക്ലിനിക്കുകൾക്ക് മുന്നിൽ താലിബാൻ ഭരണകൂടത്തിന്റെ കർക്കശമായ നിയമങ്ങൾക്ക് സ്ഥാനമില്ല. ദശാബ്ദങ്ങളായി യുദ്ധം മാത്രം കണ്ട ഒരു ജനത ഇപ്പോൾ ബോട്ടോക്സ്, ലിപ് ഫില്ലറുകൾ, ഹെയർ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയയിലൂടെ തങ്ങളുടെ മുഖം മിനുക്കാൻ ശ്രമിക്കുകയാണ്. താലിബാന്റെ യാഥാസ്ഥിതിക ഭരണത്തിന് മുന്നിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമുള്ള ഒരു കാലഘട്ടത്തിൽ കാബൂളിലെ 20ഓളം ക്ലിനിക്കുകൾ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത ഒരു സമൂഹത്തിന്റെ സൗന്ദര്യദാഹത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു സൗന്ദര്യ സങ്കല്പമല്ല, മറിച്ച് കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിലും തങ്ങളുടെ വ്യക്തിത്വം വീണ്ടെടുക്കാൻ ഒരു ജനത നടത്തുന്ന ശ്രമങ്ങളുടെ പ്രതീകം കൂടിയാണ്. താലിബാൻ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്ക് കർശനമായ നിയന്ത്രണങ്ങളുള്ളതാണ്. ജോലിയിൽ പ്രവേശനം പരിമിതപ്പെടുത്തി, പുരുഷരക്ഷാധികാരി ഇല്ലാതെ ദൂരയാത്രകൾ വിലക്കി, സർവകലാശാലകളും പാർക്കുകളും ജിമ്മുകളും അവർക്ക് അന്യമായി. ഏറ്റവും പ്രധാനമായി ബ്യൂട്ടി സലൂണുകളും ഹെയർ സലൂണുകളും നിരോധിക്കപ്പെട്ടു. എന്നാൽ ഈ നിയമങ്ങൾക്കൊന്നും സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയയെ തടയാൻ കഴിഞ്ഞിട്ടില്ല. കാബൂളിലെ ഈ ക്ലിനിക്കുകളിൽ ഉപഭോക്താക്കളായി എത്തുന്നവർ സമ്പന്നർ മാത്രമല്ല, ചിലർ വിവാഹത്തിന് മുമ്പ് മുടി മാറ്റിവെക്കാൻ പോലും പണം കടം വാങ്ങുന്നു. ബ്രിട്ടനിൽ ആയിരക്കണക്കിന് പൗണ്ട് ചിലവ് വരുന്ന ചികിത്സകൾക്ക് ഇവിടെ താരതമ്യേന കുറഞ്ഞ നിരക്കാണ്. പല അഫ്ഗാൻകാർക്കും ഈ തുക വലിയൊരു സ്വപ്നമാണെങ്കിലും സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ഈ വ്യവസായത്തെ കൂടുതൽ വളർത്തുകയാണ്. മിനുസമുള്ള ചർമ്മവും തടിച്ച ചുണ്ടുകളും സമൃദ്ധമായ മുടിയും വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ്. അഫ്ഗാനിൽ പോലും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാർ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ പോലും ഇൻസ്റ്റഗ്രാം ട്രെൻഡുകൾ കണ്ട് ശസ്ത്രക്രിയ ചെയ്യാൻ വരുന്നുമുണ്ട്. ഒരു വശത്ത് UN കണക്കനുസരിച്ച് 10 ദശലക്ഷം അഫ്ഗാനികൾ പട്ടിണി അനുഭവിക്കുകയും 1/3 പേർക്ക് അടിസ്ഥാന വൈദ്യസഹായം ലഭിക്കാതെ കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് ചിലർ ഭക്ഷണത്തിന് പണമില്ലാത്തപ്പോഴും സൗന്ദര്യത്തിൽ നിക്ഷേപിക്കാൻ ഇടപെടുന്നു എന്നത് ഈ സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടുന്നു. സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ സ്ത്രീകളിൽ മാത്രമല്ല, പുരുഷന്മാരിലും പ്രചാരത്തിലുണ്ട്. മുടിയോ താടിയോ ഇല്ലാത്തത് ബലഹീനതയുടെ ലക്ഷണമായി കണക്കാക്കുന്ന സമൂഹമാണ് അഫ്ഗാനിസ്ഥാനിലേത്. താലിബാൻ ഭരണകൂടം പുരുഷന്മാർ താടി വളർത്തണമെന്ന ഉത്തരവിട്ടതോടെ താടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യകത വർദ്ധിക്കുകയാണ്. ഇസ്താംബൂളിൽ നിന്ന് പരിശീലനം ലഭിച്ച ഡോക്ടർമാരും യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങളും ഈ ക്ലിനിക്കുകളുടെ നിലവാരമുയർത്തുന്നു. ഈ സൗന്ദര്യവർദ്ധക വ്യവസായത്തിന്റെ വളർച്ച യാഥാസ്ഥിതിക സമൂഹത്തിന്റെ കടുത്ത നിയമങ്ങൾക്കിടയിലും ആളുകൾ തങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും സൗന്ദര്യബോധത്തിനും മുൻഗണന നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്.